വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബിൽ ഓണാഘോഷം. ചട്ടം ലംഘിച്ചാണ് കാർഡിയോളജി വിഭാഗം ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. തിയേറ്റർ യൂണിഫോമിൽ കാർഡിയോളജി വിഭാഗം മേധാവി ഉൾപ്പെടെ ഓണസദ്യ കഴിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. ആദ്യമ ദൃശ്യങ്ങളിലേക്ക്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, അനുമതി വാങ്ങാതെയാണ് ഇങ്ങനെ ഒരു ആഘോഷം എന്നുള്ള കാര്യം പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ ഓണാഘോഷം അന്വേഷിക്കും എന്നും പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്നാണ് ഈ സംഭവം നടന്നത് പ്രതീഷ്? റിജിത്ത്, ഏറ്റവും കൗതുകകരമായ കാര്യം ഓണാഘോഷം നടന്നത് ഇന്നാണ്. ഇപ്പോഴും ഓണാഘോഷ പരിപാടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം കാത്ത് ലാബിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാതൊരു തരത്തിലുള്ള അനുമതിയും ഈ ഓണാഘോഷം നടത്താൻ ഇല്ല. ഈ അനുമതി ഒന്നും തന്നെ ഇല്ലാതെ ഈ വിലക്കുൾപ്പെടെ ലംഘിച്ചുകൊണ്ടാണ് കാർഡിയോളജി വിഭാഗം നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓണാഘോഷം നടത്തുന്നത്. ആശുപത്രിക്കുള്ളിൽ ഓണാഘോഷം പാടില്ല എന്നുള്ള കർശനമായ നിബന്ധന നിലനിൽക്കുകയാണ്. അതെല്ലാം കടന്ന പരിധി ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ട് ആശുപത്രിക്കുള്ളിൽ, അതും കാത്ത് ലാബിനുള്ളിൽ MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാത്ത് ലാബിലെ ഓണാഘോഷമാണ് വിവാദമായിരിക്കുന്നത്. ചട്ടം ലംഘിച്ചുകൊണ്ട് കാർഡിയോളജി വിഭാഗം ആഘോഷ പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു. തിയേറ്റർ യൂണിഫോമിൽ കാർഡിയോളജി വിഭാഗം മേധാവി ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലെ ഓണാഘോഷം അന്വേഷിക്കുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുമതിയില്ലാതെയാണ് ഇങ്ങനെയൊരു പരിപാടി നടന്നത് എന്നും പ്രിൻസിപ്പൽ വിശദീകരിക്കുന്നു. ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള ആഘോഷം പാടില്ല എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതാണ്. അത് മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ് തുടരാം. പ്രതീഷ്. റിജിത്ത്, നമ്മൾ തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാർഡിയോളജി വിഭാഗം മേധാവി ഓപ്പറേഷൻ തിയേറ്റർ യൂണിഫോമിൽ ഓണസദ്യ കഴിക്കുന്ന ദൃശ്യമാണത്. കൃത്യമായി ഒരു മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഇത്തരത്തിൽ ഒരു നടപടി കാർഡിയോളജി വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതിൽ ഓഗസ്റ്റ് മാസം ഈ മെഡിക്കൽ കോളേജ് കൗൺസിൽ യോഗം ചേരുകയും ആ ഘട്ടത്തിൽ മെഡിക്കൽ കോളേജിൽ തന്നെ വിവിധ വിഭാഗം ഓണാഘോഷം നടത്തുന്നതിന് അനുമതി തേടിയിരുന്നു. പക്ഷേ കൗൺസിൽ യോഗം ഉൾപ്പെടെ ഇതിന് അനുമതി നൽകിയിരുന്നില്ല. പിന്നീട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പല വിഭാഗങ്ങളും അനുമതി ആവശ്യപ്പെട്ട് സമീപിച്ചിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഈ അനുമതി നൽകാതെയാണ് ഈ പ്രിൻസിപ്പൽ ഒരു നിലപാട് സ്വീകരിച്ചത്. ആ വിലക്കുൾപ്പെടെ ലംഘിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം കാത്ത് ലാബിനുള്ളിൽ ഇത്തരത്തിലൊരു ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും കലാപരിപാടികളും സംഘടിപ്പിച്ചത്. കാത്ത് ലാബിന് സമീപം ഓണസദ്യ കഴിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിയേറ്റർ യൂണിഫോമിലാണ്. ആശുപത്രിക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തരുത് എന്നുള്ള വ്യവസ്ഥ നിലനിൽക്കുകയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതും വലിയ തരത്തിൽ ശബ്ദത്തോടെ മൈക്ക് സെറ്റ് ഉൾപ്പെടെ കൊണ്ടുവന്നാണ് ആശുപത്രിക്കുള്ളിൽ ഇത്തരത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇക്കാര്യം പ്രിൻസിപ്പൽ അറിഞ്ഞത് പോലുമില്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഇക്കാര്യം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് ഇക്കാര്യം അവിടെ ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഓണം കഴിഞ്ഞില്ലേ എന്നതായിരുന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ മറുപടി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല, ഇത് പരിശോധിക്കുമെന്നതാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും നിലവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെയും സമാനമായ രീതിയിൽ മുൻ വർഷങ്ങളിൽ ഇത്തരത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ച ആരോഗ്യ പ്രവർത്തകർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതുമാണ്. ഇതൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയാണ് ആശുപത്രിക്കുള്ളിൽ ഇത്തരത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും വലിയ തരത്തിൽ MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.